സോ എന്തുകൊണ്ട് ബ്രാൻഡ്സ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പഠിച്ചു, എല്ലാ ബ്രാൻഡ്സും സോഷ്യൽ മീഡിയയിൽ ആവശ്യമാണോ എന്ന് നമ്മൾ പഠിച്ചു, ഓരോ സോഷ്യൽ മീഡിയ ചാനൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയറും നമ്മൾ പഠിച്ചു. നൗ വി ആർ ഗോയിങ് ടു ലേൺ ദ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ ജേണി. ആ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ജേണി എന്താണെന്നുള്ളതാണ്. സോ ബിഫോർ വി ലേൺ അബൌട്ട് ദ കസ്റ്റമർ ജേണി വി ഓൾസോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ഇസ് ടാർഗറ്റ് ഓഡിയൻസ്. എന്താണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്? എല്ലാ സോഷ്യൽ മീഡിയ ചാനൽസിനും അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്റ്റിനും എല്ലാ സർവീസിനും if that product or service is catering to all, then there are more chance that ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പിന്നെ സർവീസ് ഫെയിൽ ആവുന്നുള്ളത്. നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, ആർക്കാണ് ഈ പ്രൊഡക്റ്റ് കാറ്റർ ചെയ്യുന്നത് എന്നുള്ളത്. അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. അതായത് ഡെമോഗ്രഫി, സൈക്കോഗ്രഫി എന്നിങ്ങനെ രണ്ടായിട്ടാണ് ടാർഗറ്റ് ഓഡിയൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. യു ക്യാൻ സീ ദാറ്റ്. ഡെമോഗ്രഫി മീൻസ് വാട്ട്? നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, അവരെ ജെൻഡർ ഏതാണ്, അവരെ ലൊക്കേഷൻ എവിടുന്നാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ കണ്ടന്റ് മലയാളത്തിൽ ഇട്ടാൽ മതി, നമ്മൾ ഇംഗ്ലീഷിൽ ഇടണമെന്നില്ല അല്ലേ. അപ്പം ലൊക്കേഷൻ എവിടെയാണ്, ഇങ്ങനെയുള്ള പിന്നെ ഡെമോഗ്രഫി ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അതേപോലെ നമ്മൾ എഴുതേണ്ടതുണ്ട് സൈക്കോഗ്രഫി ഡീറ്റെയിൽസ്. എന്താണ് സൈക്കോഗ്രഫി ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് പെയിൻ പോയിന്റിനാണ് അവർ ഇന്ന പ്രൊഡക്റ്റ് വാങ്ങുന്നത് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നത്, എന്താണ് അവരെ ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്? എന്ത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് അവരെ ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ഇട്ട് കഴിഞ്ഞാലാണ് അവരെ അറ്റൻഷൻ സീക്ക് ചെയ്യുക, റൈറ്റ്? സോ ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതാം. ഇനി വാട്ട് വി ഓൾസോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ബേസിക് ആയിട്ടുള്ള ഡെമോഗ്രഫിയും സൈക്കോഗ്രഫിയും മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യുമ്പോഴേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ നിങ്ങൾ പഠിക്കും. ഇനി നെക്സ്റ്റ് അവർ എന്ത് വാല്യൂ അല്ലെങ്കിൽ എന്ത് ഇൻഫോർമേഷൻ ആണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് സീക്ക് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ പ്രോഡക്റ്റ് റിലേറ്റഡ് സീക്ക് ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയറും കിട്ടും അല്ലേ. ഇങ്ങനെയുള്ള നമ്മളെ മനസ്സിലൊക്കെ ഒരു വിഷ്വൽ ഇമേജ് കിട്ടും. ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ് ഓർ സർവീസ് വാങ്ങാൻ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ ചാൻസസ് ഉള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. വിത്ത് ദിസ് വി ഓൾസോ ഹാവ് ടു ലേൺ ദ കസ്റ്റമർ ജേണി. എങ്ങനെയാണ് ഇവർ എൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാന്നുള്ളത് പഠിക്കണം. ഫോർ ദാറ്റ് വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ.